ഇവിടെ ഇത് അഡ്വക്കേറ്റ് അനിൽ വെളിയിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ മുതൽ കോൺഗ്രസ് ആകട്ടെ അല്ലെങ്കിൽ ഹൈന്ദവ സംഘടനകളാകട്ടെ സംഘപരിവാർ സംഘടനകളൊക്കെ ആവശ്യപ്പെടുന്നത് ഇതിൽ മറ്റൊരു തരത്തിലുള്ള കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു. ഇപ്പോഴിതാ അന്വേഷണ സംഘം ഒന്നിന് പിന്നാലെ ഒന്നായി ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തിയിരുന്നു, പിന്നീട് മുരാരി ബാബുവിലേക്ക് എത്തി, ഇപ്പോഴിതാ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ. ആ സുധീഷ് കുമാർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിൽ ഉന്നതരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് താൻ ഈ ചെമ്പുപാളി എന്ന തരത്തിലേക്കൊക്കെ രേഖകൾ തയ്യാറാക്കിയത്, സ്വർണം പൂശി എന്ന പരാമർശം ഒഴിവാക്കിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് മൊഴികളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ അന്വേഷണം ഇപ്പോൾ ശരിയായ ദിശയിലൂടെ തന്നെ മുന്നോട്ട് പോവുകയും കൃത്യമായി കുറ്റവാളികളിലേക്ക് എത്തുകയും ചെയ്യുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അഡ്വക്കേറ്റ് അനിൽ വെളി? അഭിലാഷ്, നമ്മൾ കുറേയേറെ കാലമായിട്ട് ഈ ശബരിമലയിലെ മോഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സുഹൃത്ത് ശ്രീ റെജി ലൂക്കോസ് ഇപ്പൊ പറയുകയുണ്ടായി, മഹാകള്ളനാണ്, മഹാഫ്രോഡാണ് ഈ കക്ഷികൾ എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ പോലീസിംഗിന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു ദൗർബല്യം ഈ കേസിനകത്ത് നിഴലിക്കുന്നു എന്നുള്ളതാണ്. ശ്രീ സക്രിയ ജോർജിന്റെ കൂട്ടുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോടൊപ്പം ഈ ചർച്ചയിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേസിനകത്ത് ഉൾപ്പെട്ടിട്ടിരിക്കുന്ന വ്യക്തികളൊക്കെ ഒരു ലേമാനായിട്ടുള്ള അല്ലെങ്കിൽ നാട്ടുമ്പുറത്ത് ഏതെങ്കിലും സൈക്കിൾ മോഷണം നടത്തുന്ന വ്യക്തികളൊന്നുമല്ല. എല്ലാ വേലകളും വേലത്തരങ്ങളും പഠിച്ചിട്ടുള്ള മഹാഫ്രോഡുകളായിട്ടുള്ള വ്യക്തികളാണ് ഈ കേസിനകത്ത്. അത് മാത്രമല്ല, ഈ ഫ്രോഡുകൾക്കെതിരെ നൽകിയ റിപ്പോർട്ടുകളൊന്നും ഗൗനിച്ചില്ല എന്ന് മാത്രവുമല്ല, ഈ മുരാരി ബാബുവിനടക്കം വീണ്ടും വീണ്ടും ഉന്നതമായ പദവികൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. അതെ, ഞാനും അതാണ് പറയാൻ വന്നത്. നമ്മൾ ഈ കേസിനകത്തേക്ക് പരിശോധിക്കുമ്പോൾ ഈ മഹാഫ്രോഡുകളാണ് ഈ കേസുകളിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെ ആരോപണ വിധേയരായ വ്യക്തികളെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്തെ വാസു എന്ന് പറയുന്ന കഥാപാത്രത്തിനെ തന്നെ ഒന്ന് എടുത്തു നോക്കുക. അന്വേഷണം അടുത്ത ഘട്ടത്തിൽ വാസുവിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. CPM എന്ന് പറയുന്ന ഒരു സംവിധാനം, പാർട്ടി സംവിധാനം അദ്ദേഹത്തിന് വേണ്ട തണൽ ഒരുക്കിയില്ല എങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിലേക്ക് അന്വേഷണം ചെന്നെത്തുമായിരിക്കും. ശ്രീ വാസു എന്ന് പറയുന്ന വ്യക്തി പല പദവികൾ വഹിച്ചിട്ടുണ്ട്. അതിനൊക്കെ അദ്ദേഹത്തിന് ഒരൊറ്റ യോഗ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം CPM-ന്റെ പ്രവർത്തകനായിരുന്നു എന്നുള്ളത് മാത്രമാണ് ശ്രീ വാസുവിനുണ്ടായിരുന്ന യോഗ്യത. കൊല്ലം ജില്ലയിലെ കുളക്കട എന്ന് പറയുന്ന പഞ്ചായത്തിലെ 2 ടേം അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചു. നിയമം പഠിച്ചിട്ടുള്ള വ്യക്തിയായതുകൊണ്ട് അതിനുശേഷം ഒരു ടെസ്റ്റും ഇല്ലാതെ അദ്ദേഹം പിന്നീട് വിജിലൻസിന്റെ ട്രൈബ്യൂണലായി മാറി. അതിനുശേഷം യാതൊരു ടെസ്റ്റും പരീക്ഷയും ഇല്ലാത്ത ദേവസ്വത്തിന്റെ കമ്മീഷണറായി മാറി. അതിനുശേഷം അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി മാറി. അതിനിടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഗുരുദാസൻ എന്ന് പറയുന്ന CPM മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു. ഇത്രയും യോഗ്യതകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ചുമതലകളൊക്കെ വഹിച്ചത്. എന്നിട്ട് നമ്മൾ നാട്ടിൻപുറത്ത് സാധാരണ ഒരു ചൊല്ല് പറയാറുണ്ട്, ഒരു കുരങ്ങ് മഹാവികൃതിയാണ്. ആ മഹാവികൃതിയായ കുരങ്ങ് മദ്യം കഴിക്കുകയും അതിനുശേഷം അതിനെ ഒരു തേളൂടെ കടിച്ചാൽ എപ്രകാരമായിരിക്കും എന്നതിന് തുല്യമാണ് ഈ കേസിലെ വാസുവിന്റെ റോള്. അദ്ദേഹം നിയമം പഠിച്ചിട്ടുള്ള CPM ആയിട്ടുള്ള ഒരു മഹാകള്ളനാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും ദിവസം കൊണ്ട് അദ്ദേഹവും ഈ പത്മകുമാർ ഉൾപ്പെടെയുള്ള CPM-ന്റെ നേതാക്കന്മാരും ഒക്കെ വെറും മണ്ടന്മാരൊന്നും അല്ലല്ലോ. അവർ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൃത്യമായി നശിപ്പിച്ചു കാണും. ഇന്നലെ സുധീഷ് കുമാറിനെ അറസ്റ്റിന് ശേഷം അദ്ദേഹത്തിന്റെ വീട് റെയ്ഡ് ചെയ്തു. നമ്മൾ മനസ്സിലാക്കണമല്ലോ, ഈ മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയമുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കം തൊട്ട് തന്നെ ഈ പ്രതികൾ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള ഈ സുധീഷ് കുമാറും മുരാരി ബാബുവും വരാനിരിക്കുന്ന ഈ പത്മകുമാറും അല്ലെങ്കിൽ ഈ വാസുവും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ ഒരു പരിധി വരെ അന്വേഷണം തങ്ങളിലേക്ക് നീങ്ങുമെന്ന് മനസ്സിലാക്കി ഇവര് എന്തായിരിക്കും ചെയ്യുന്നത്? അവരുടെ കയ്യില് ഈ ചെമ്പുപാളിയെ സ്വർണ്ണപാളിയാക്കി സ്വർണം കടത്തിയ കേസിലെ ഏതെങ്കിലും ഒക്കെ രേഖകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ എന്ത് ചെയ്ത് കാണും അഭിലാഷെ? അവർ അത് നശിപ്പിച്ചു കാണും. ഇനി ഇവരുടെ വീടുകളിൽ ഏതെങ്കിലും റെയ്ഡ് നടത്തിയാൽ ഇല്ല ആട് കടന്നെടുത്ത് കൂടെ പോലും ഇല്ലാത്ത അവസ്ഥയല്ലേ ഉണ്ടാകുക? ഇവര് പൂർണ്ണമായും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം ഇവർക്ക് ഇത്രയും ദിവസക്കാലത്തിനുള്ളിൽ, എത്രയോ ആഴ്ചകളായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നു, ഇത്രയും കാലത്തിനകത്ത് അവർക്ക് പൂർണ്ണമായും ഈ ഒരു കാര്യത്തിന് വിജയിച്ചു കാണും. അവർ ഇനിയും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളായിരിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ശ്രീ സക്രിയ ജോർജ് സാറിനറിയാം, ഇതിനകത്തെ മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആയിട്ടുള്ള സ്വർണം പിടിച്ചെടുത്തു. സ്വർണം ഉരുക്കി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു ആഭരണം ഉരുക്കി കഴിഞ്ഞാൽ നിയമത്തിന്റെ ഭാഷയിൽ അതിനെ ഗോൾഡ് ഇൻഗോട്ട് എന്നാണ് പറയുന്നത്. നമ്മളുടെ ബഹുമാനപ്പെട്ട പല ഹൈക്കോടതികളുടെയും സുപ്രീം കോടതികളുടെയും പല വ്യത്യസ്തമായിട്ടുള്ള പല ജഡ്ജ്മെന്റുകളും ഉണ്ട്. ഗോൾഡ് ഇൻഗോട്ട് റിക്കവർ ചെയ്താൽ എന്ന് വെച്ചാൽ പഴയ എവിഡൻസ് ആക്ട് അനുസരിച്ച് ഈ ഗോൾഡ് ഇൻഗോട്ട് ആണ് റിക്കവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള ചില പരിരക്ഷകളുടെ കുറവുണ്ട്. കാരണം ഈ ശബരിമലയിലെ ഈ
വാതിലിലും അല്ലെങ്കിൽ കട്ടളയിലും അല്ലെങ്കിൽ ദ്വാരപാലക ശില്പത്തിലും ഉണ്ടായിരുന്ന സ്വർണം തന്നെയാണ് ഈ ഉരുക്കിയ സ്വർണം, അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ മറ്റേ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഒക്കെ പിടിച്ചെടുത്ത സ്വർണം ഈ സ്വർണം തന്നെയാണ് എന്ന് തെളിയിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ കേസിലെ എല്ലാവിധമായിട്ടുള്ള തെളിവുകളും നശിപ്പിക്കാനുള്ള സാവകാശം ഈ മഹാഫ്രോഡുകൾക്ക് കേരള പോലീസ് ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരാൻ സാധ്യതയുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പഠിച്ച കള്ളന്മാരാണ്. ഈ വാസ്തു ഉൾപ്പെടെയുള്ള ആൾക്കാർ. നമ്മൾ ദേവസ്വത്തിന്റെ മാലുവിനനുസരിച്ച് തീർച്ചയായും താങ്കൾ ഈ പറയുന്നത് പോലെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി വളരെ പ്രധാനപ്പെട്ട ചുമതലയിൽ നിൽക്കുമ്പോൾ ലീഗലിയും അതിന് അപ്പുറത്തുമുള്ള ഒരു സാമാന്യമായ അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരാൾ ആ പദവി വഹിക്കുന്നതിനേക്കാൾ കൃത്യമായി എങ്ങനെയാണ് ഇങ്ങനെ ഒരു ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ മാറ്റേണ്ടതുണ്ട് എങ്കിൽ അതിന്റെ ചട്ടമെന്ത്, അത് ഏത് തരത്തിൽ മാറ്റാം, അത് ക്ഷേത്രത്തിന് പുറത്ത് കൊണ്ടുപോകാമോ, ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് ആൾ ആയിരിക്കും. അതുകൊണ്ട് താങ്കൾ ഉറപ്പിച്ചു പറയുന്നത് അങ്ങനെയുള്ളവർ ചെയ്ത ക്രമക്കേടുകളാണ് എങ്കിൽ അതിന്റെ തെളിവുകൾ ഇപ്പോൾ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണല്ലേ? 100%, 101% ഉറപ്പാണ്. ഇതിനകത്ത് വാസു എന്ന് പറയുന്ന മഹാഫ്രോഡായിട്ടുള്ള കള്ളനാണ്. നിയമം പഠിച്ചിട്ടുള്ള കള്ളനായ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഇദ്ദേഹം സർവ്വ തെളിവുകളും 100% നശിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായ നിയമോപദേശവും തേടിക്കാണുമല്ലോ. നിയമരംഗത്ത് വിജിലൻസിന്റെ ഒരു ട്രൈബ്യൂണലായി പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം കേരളത്തിലെ മിടുക്കന്മാരായിട്ടുള്ള ക്രിമിനൽ അഭിഭാഷകരുടെ സഹായം തേടി ഈ കേസിൽ ഭാവിയിൽ അദ്ദേഹത്തിനെതിരായി ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ പഴുതുകളും അടച്ചതിന് ശേഷമായിരിക്കും ഇനി അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നത്. അദ്ദേഹത്തിനെ എന്തുകൊണ്ടും നേരത്തെ തന്നെ ഒരു ദിവസം മുമ്പേ തന്നെ അറസ്റ്റ് ചെയ്ത് കൃത്യമായ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകണം. കേരള പോലീസ് ഇദ്ദേഹം CPM-ന്റെ നേതാവാണ്, ഇന്ന പൊസിഷൻ വഹിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് AC റൂമിലെ കറങ്ങുന്ന കസേരയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്താലൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ട സത്യം പുറത്തു വരത്തില്ല. അതുകൊണ്ട് ആസ് ഏർലി ആസ് പോസിബിൾ പത്മകുമാറിനെയും വാസുവിനെയും ആ കാലത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും കസ്റ്റഡിയിലെടുത്ത് ശാസ്ത്രീയമായിട്ടുള്ള ചോദ്യം ചെയ്യലും നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ സമാഹരിച്ചു ഇവരെ നിയമത്തിന് മുമ്പിൽ ഹാജരാക്കിക്കൊണ്ട് ഇവരെ ശിക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. അതാണ്